കുവൈറ്റ് സിറ്റിയിലെ ലിബറേഷൻ ടവറിന്റെ മുന്നിലാണ് നമ്മൾ ഇന്നുള്ളത്. ലിബറേഷന്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ലിബറേഷൻ ടവർ, എന്റെ പുറകിൽ കാണുന്ന ലിബറേഷൻ ടവർ 372 മീറ്റർ ഉയരമാണുള്ളത്. ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ കെട്ടിടമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 39ാമത്തെ കെട്ടിടമാണ്. കുവൈറ്റ് സിറ്റിയിലെ മൃഗാവിലെ KPTC ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് ലിബറേഷൻ ടവർ ഉള്ളത്. യഥാർത്ഥത്തിൽ കുവൈറ്റിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ ടവർ എന്ന പേരിലാണ് തുടങ്ങിയത്. 1990 ഓഗസ്റ്റ് 2 ഇറാഖ് കുവൈറ്റ് അധിനിവേശത്തിന് മുൻപ് ടവറിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. അധിനിവേശം നടന്നപ്പോൾ ഏതാണ്ട് പാതി വഴിയിൽ പൂർത്തിയായ നിർമ്മാണം നിർത്തിവെച്ചു. എന്നിരുന്നാലും കെട്ടിടത്തിന് കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. 1991 ഇറാഖി സേനയെ പുറത്താക്കിയതിനു ശേഷം നിർമ്മാണം പുനരാരംഭിച്ചു. 1993 പൂർത്തിയാകുമ്പോൾ ഇറാഖിൽ നിന്നുള്ള കുവൈറ്റിൻ്റെ വിമോചനത്തിൻ്റെ പ്രതീകമായി ടവർ ലിബറേഷൻ ടവർ എന്ന പേരിൽ അറിയപ്പെട്ടു. വിവിധ മന്ത്രാലയങ്ങളുടെ ഓഫീസുകൾക്ക് പുറമെ കറങ്ങുന്ന ഒരു റെസ്റ്റോറൻറ്റും നിരീക്ഷണ മേശയുമുണ്ട്. പഴയ കാലത്ത് ടെലികമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ച ടെലിഫോണുകളുടെയൊക്കെ ഒരു ചെറിയൊരു മ്യൂസിയവും ഇതിനകത്തുണ്ട്. വിനോദസഞ്ചാരികൾക്ക് ടവറിനുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ ഓൺലൈൻ മുൻകൂറായി ബുക്ക് ചെയ്തതിനു ശേഷം നിർദ്ദേശിക്കുന്ന ദിവസം മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ. ലിബറേഷൻ ടവറിനോട് ചേർന്ന് തന്നെ സൂഖിൽ വത്തനിയുണ്ട്. ഇവിടെ ഒരുപാട് മൊബൈൽ ഷോപ്പുകളും തയ്യൽ ഷോപ്പുകളുമുണ്ട്. സാധനങ്ങൾ വില കുറച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ്. ഒരുപാട് പേർ ഇവിടെയാണ് വരുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ കൂടെ ഒരാളൂടെ ചേരുമെന്ന്. ഇത് നിഷാദ് കുഞ്ഞിപ്പ. ഇനി ഞങ്ങൾ സാൽമയിലുള്ള കെയലാൻഡ് ഫെസ്റ്റിവലിൽ നടക്കുന്നിടത്തോട്ട് പോവുകയാണ്. അതിനുള്ള ബസ് കിട്ടി. ബസ്സിൽ യാത്ര തുടരുകയാണ്. നമ്പർ ബസ്സാണ് കിട്ടിയത്. ഇവിടെ ഓരോ പ്രദേശത്തേക്കും പോകുന്നതിന് വ്യത്യസ്തമാർന്ന നമ്പറുകളാണ്. നാട്ടിലെ കൂട്ട് സ്ഥലപ്പേരുകൾ പറഞ്ഞല്ല ഇവിടെ പോകുന്നത്. ഇത് മൃഗാവിൽ നിന്നും ഫായിലേക്ക് സീ സൈഡ് വഴിയാണ് പോകുന്നത്. അങ്ങനെ നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ബീച്ചിൻ്റെ സൈഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. നിഷാദിനപ്പോൾ എന്തോ ഒരു റീൽസ് എടുക്കണമെന്നൊരു താല്പര്യം ബസ്സിനുള്ളിൽ നിന്ന്. എന്നാൽ പിന്നെ കുട്ടികളുടെ ആഗ്രഹമല്ലേ, അങ്ങോട്ട് സഹായിച്ചു കൊടുത്തുന്നേ. ബസ്സിൽ യാത്രക്കാർ കുറവായതുകൊണ്ടാണ് റീൽസ് എടുക്കാമെന്ന് കരുതിയത്. ഇത് മൊവാസത്തിൻ്റെ പഴയ മോഡലൊരു ബസ്സാണ്. KPTCയുടെയോ അല്ലെങ്കിൽ സിറ്റി ബസ്സിലെയോ യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ഷൗക്കത്തിൻ്റെ വ്യത്യസ്തമാർന്ന ഡാൻസിൻ്റെ സ്റ്റെപ്പ് കണ്ട് ഡ്രൈവർ സെൻട്രൽ ഗ്ലാസ്സിലൂടെ നോക്കി ചെറു പുഞ്ചിരിയുടെ കൂടിയാണ് വണ്ടി ഓടിച്ചത്. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയിരുന്നു. ഇനി കെയലാൻഡിൽ കാണാം.